ഒരു നല്ല ബിസിനസ് വളരാൻ സാറിന് എന്തെല്ലാം ആശയങ്ങൾ കൊടുക്കാൻ കഴിയും? ഞാൻ എന്നും എല്ലാ കാലത്തും എൻ്റെ ക്ലയൻസിനോട് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഒരുപാട് പരസ്യം കൊടുക്കരുത്, പുതിയ കസ്റ്റമേഴ്സിൻ്റെ പുറകെ ഇങ്ങനെ പോകരുത്, എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ മതി. രണ്ട് ആളുകളെ ഒന്ന് കാര്യമായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല വളർച്ച ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവനക്കാർ. നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കി മാറ്റണം. മനസ്സിലാട്ടോ? അവരെ കെയർ ചെയ്യുക. നിങ്ങളുടെ ജീവനക്കാർ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കെയർ ചെയ്യുക, അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ എത്ര തന്നെ പരസ്യം കൊടുത്താലും ശരി, ഒരു ജീവനക്കാരൻ നിങ്ങളുടെ ഒരു കസ്റ്റമറോട് മോശമായി പെരുമാറി കഴിഞ്ഞാൽ അത്രയും ചിലവ് പോയില്ലേ, പൈസ പോയില്ലേ, വെള്ളത്തിലായില്ലേ. അതേസമയം ഇന്ന് എത്രയോ സ്ഥാപനങ്ങൾ വളർന്നു വരുന്നത്, ഇപ്പം നിങ്ങളുടെ സാറിൻ്റെ IHT അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ വളർന്നു വന്നത് ഇവിടെ പഠിച്ചു പോയ ആളുകളുടെ ഫീഡ്ബാക്ക്, അതുപോലെ ഇവിടെയുള്ള ജീവനക്കാരുടെ സപ്പോർട്ട്, ഇതൊക്കെയാണ് ഇതിനൊരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ ജീവനക്കാരെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സിനെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, സമയത്തിന് അവർക്ക് ശമ്പളം കൊടുക്കുക, ഇതൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ തിരുത്തി കൊടുക്കുക, പണിഷ് ചെയ്യില്ല, തിരുത്തി കൊടുക്കുക. അവരും ഇതിൻ്റെ ഒരു വൈറ്റൽ ഭാഗമാണെന്ന രീതിയിൽ ഒരു തോന്നലുണ്ടാക്കുക. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഞാൻ എപ്പോഴും ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഇപ്പോൾ 2 കുട്ടികൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇവിടുത്തെ കുട്ടികളാണ്, IHT എന്ന് പഠിച്ചിരുന്ന കുട്ടികളാണ്. അവരോട് ഞാൻ പറയാനുള്ളത്, ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങൾ വേണം ഈ ഓഫീസിനെ ഏറ്റവും നന്നായിട്ട് നോക്കാൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അത്രയും കെയർ ചെയ്യും. കസ്റ്റമേഴ്സിനെ അതുപോലെ കെയർ ചെയ്യും. പിന്നെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ എഫിഷ്യൻ്റ് ആക്കി കൂടെ നിർത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിലൊക്കെ നമ്മൾ അവർക്ക് റോൾ മോഡൽ ആവും വേണം കേട്ടോ. നമ്മൾ അവരോട് എല്ലാം പറഞ്ഞു ഉപദേശിച്ചു, ലാസ്റ്റ് നമ്മൾ തന്നെ ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കാനും പാടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ്. എല്ലാവരും ചെയ്യുന്നൊരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മറന്നുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിൻ്റെ പുറകെ പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുത്തു, ആ കസ്റ്റമർ കംപ്ലൈൻറ്റും കൊണ്ട് വരുന്ന സമയത്ത് അതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം എന്താ? നിങ്ങൾ പുതിയ കസ്റ്റമറെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നേരെ മറിച്ച് ആ കസ്റ്റമറോട് നിങ്ങൾ ഒന്നുകൂടി സ്നേഹത്തോടെ പെരുമാറി, സാർ പറയും, എന്താ സാർ പ്രശ്നം, എന്ത് സപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവനെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹരിച്ച് കഴിഞ്ഞാൽ, ഇഫ് യു മേക്ക് ഹിം ഫീൽ ഹീ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്, ഹീ വിൽ ബ്രിങ് അസ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങൾ വലിയ സിനിമാ നടന്മാരെയോ സെലിബ്രിറ്റീസിനെയോ ഒന്നും നിങ്ങൾ ബ്രാൻഡ് അംബാസഡേഴ്സ് ആകേണ്ട കാര്യമില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയും നിങ്ങളുടെ ജീവനക്കാരെയും തന്നെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കി മാറ്റിയാൽ മതി. അവർ കൊണ്ടുവരും നിങ്ങൾക്കുള്ള ബിസിനസ്. അങ്ങനെ ചെയ്തിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇന്ന് വിജയിച്ചിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ തവിടുപൊടി ആയിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ ക്രിയേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമർ റിട്ടൻഷൻ എന്നുള്ളത്, അല്ലേ? ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുക. ഇപ്പോൾ നമുക്ക് 2000 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മൾ ഈ 500 പേര് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ബാക്കി 1500 പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല. നമ്മുടെ ശ്രദ്ധ ഈ 500 പേരിലായിരിക്കും. അതല്ല വേണ്ടത്. നമ്മുടെ ശ്രദ്ധ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2000 പേരും ഉണ്ടായിരിക്കണം, പ്ലസ് ഒരു 500 പേര് എക്സ്ട്രാ പേരും വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫോർമുല, മൗത്ത് പബ്ലിസിറ്റി. ഓക്കെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എന്താ പറയുക, ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക. അതിനേക്കാൾ വലിയ ഒരു പ്രൊമോഷനും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നിലവിലില്ല. മനസ്സിലായില്ലേ?